ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഏട്ടൻ്റെ വൈഫിനെ ഇതാ റെഡിയാക്കുന്നുള്ളതാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരത്തെ എത്തി എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവളുടെ മേക്കപ്പൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അപ്പം ഞാൻ എൻ്റെ ഒരു കണ്ണിന് ലെൻസ് വെച്ചിട്ട് മറ്റേ കണ്ണിന് ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവളുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനും റെഡിയായി. എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. പിന്നെ മാലയൊക്കെ വെച്ച് തരുന്നുള്ളതാണ്. ഈവനിങ് ആണ് ഫങ്ഷൻ. അപ്പോൾ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പേട്ടനും വൈഫും വണ്ടിയിൽ പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഓപ്പൺ സ്റ്റേജ് പോലെ ആക്കിയിട്ടായിരുന്നു നമ്മൾ പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ എടുക്കുന്നുള്ളതാണ്. സ്റ്റേജിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് തന്നെ സ്റ്റേജിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രൗണ്ടിൽ ഫങ്ഷൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ പപ്പേൻ്റെയും ഏട്ടൻ്റെയും ആഗ്രഹമായിരുന്നു. മുമ്പേ പറയുമായിരുന്നു റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ വെക്കാമെന്ന്. അപ്പോൾ ഇതെന്തായാലും കല്യാണം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ റിസപ്ഷൻ എന്തായാലും അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഇവളെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ ഫിലിം ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഗ്ലാസ് വാങ്ങുമ്പോൾ ടാഗ് ഫ്രീ കിട്ടിയെന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ആയിരുന്നു. ഡ്രസ്സ് വാങ്ങുമ്പോൾ ടാഗ് കിട്ടിയതുപോലെ കയ്യിൽ പിടിച്ച് തന്നെ ആയിരുന്നു. ಯಾವುದೇ ಒಂದು ಫೋಟೋಕ್ಕೆ ಸಹ ಫೋರ್ಸ್ ಕೊಡದ ಜನಸಾಗರ್ ಇವತ್ತು ಒಂದು 2 ಸ್ಟೆಪ್ ತಿರುಗಿಸಿದ್ದಾರೆ. ಬೇಕಿದ್ರೆ 5 ಸಲ ತಿರುಗಿಸು ಅಂತ ಹೇಳಿದ್ದಾರೆ. ಸೊ ಜೋರಾದ ಒಂದು ಕೈ ಚಪ್ಪಾಳೆ. ಸೊ ನವೀನಿಗೆ ಡ್ಯಾನ್ಸ್ ಮಾಡ್ಬೇಕು ಹೇಳಿತ್ತು, ಬಟ್ സാഗർ. അപ്പോൾ നമ്മളിവിടെ മലയാളത്തിനേക്കാളും കന്നഡൻ്റെ ആൾക്കാരൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കന്നഡയിലും മലയാളത്തിലൊക്കെ ആങ്കറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളിതാ എൻ്റെ കയ്യിലല്ലായിരുന്നു. കാരണം എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇവളെടുക്കാനൊന്നും പറ്റില്ല. കാരണം എൻ്റെ ആ ഡ്രസ്സിലുള്ള കല്ലൊക്കെ അവൾക്ക് കൊള്ളുകയും ചെയ്യും. പിന്നെ ആ ഡ്രസ്സ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അർത്ഥം കണ്ടേ
അപ്പോൾ ഇവരിപ്പോൾ റിങ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ എൻഗേജ്മെൻറ്റും റിസപ്ഷനും ഒക്കെ ഒന്നിച്ചാണ്. സോ ഫോട്ടോ എടുക്കുന്ന ആൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഒരു ടൈം തരാം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സോ അതിനേക്കാൾ ഇവർ റിങ് ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഈ ഏട്ടൻ കൂടുതലും ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത് കന്നഡത്തിൽ ആണ്. അപ്പോൾ ഇവർക്ക് മലയാളം അത്ര ശരിയാവുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടാൽ എത്ര വ്യൂസ് ഉണ്ടാവും അങ്ങനെ ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് അവർ ഇപ്പോൾ പറഞ്ഞത്. ഫോട്ടോ എടുക്കാൻ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്താൽ മതിയെന്ന്. അപ്പോൾ റിങ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു.